അറബ് രാജ്യങ്ങളുമായി ഇറാൻ രഹസ്യ ചർച്ച ആരംഭിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം. പബ്ലിക് റിപ്പോർട്ടായിട്ട് ഇതിന്റെ ഭാഗങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചില പ്രാദേശിക മീഡിയകൾ മാത്രമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ട് എന്ന കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത്. എന്തായിരിക്കും ഇറാന് അറബ് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത്, എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്നത് വളരെ രീതിയിൽ ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാനും സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നല്ലൊരു ബന്ധമല്ല, സ്വരച്ചേർച്ചയില്ലാത്തതും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഈ യമന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സൗദി അറേബ്യക്കും UAE-ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് ഹൂത്തികൾക്കെതിരെ അവിടുത്തെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ തോതിൽ സൈനികരെ അയച്ചു. വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. തിരിച്ച് അതേ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. യമനിൽ നിന്ന് റിയാദിന്റെ എയർപോർട്ടിന്റെ അതിർത്തിയിലേക്ക് വരെ മിസൈൽ ഉണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ. അങ്ങനെ ഒരു സങ്കീർണമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്നതിന്റെ ഇടയിൽ ചൈന മധ്യസ്ഥത വഹിക്കുന്നു. അങ്ങനെ ഇറാനും സൗദി അറേബ്യയും UAE തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും, എല്ലാ ഇണക്കങ്ങളും പണക്കങ്ങളും ഒക്കെ അവസാനിച്ചു. അവരൊരു സൗഹൃദ രാജ്യം പോലെ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഒക്ടോബർ 7-ാം തീയതിയുള്ള ഈ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതോടുകൂടി വിഷയത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും വലിയ മാറ്റങ്ങളുണ്ടായി. അവിടെ ഒരുപാട് രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയം ഇതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിലൊന്ന് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അബ്രഹാം കരാറിൽ സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലുമായി നേരിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ഇസ്രായേലിന്റെ പ്രതിനിധി സൗദിയിൽ വന്നതും സൗദിന്റെ പ്രതിനിധി ഇസ്രായേലിൽ പോകുന്നതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് 2023 വർഷത്തിൽ സൗദിയുടെ ഒരു പ്രതിനിധി ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത്. സമാനമായ രീതി തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു പ്രതിനിധി സൗദിയിലേക്ക് എത്തുന്നത്. വലിയ രീതിയിൽ അന്താരാഷ്ട്ര വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു ഇത്. അബ്രഹാം കരാറിന്റെ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു യോജിപ്പും ഒരു ബന്ധവും ഉണ്ടായത്. അതിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം നടത്തിയത് അമേരിക്കയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വിഷയത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ ആക്രമണം ഉണ്ടായി. ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. 10 മാസമായിട്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അന്താരാഷ്ട്ര മീഡിയയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ നിമിഷവും വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ മാസം വലിയൊരു വിഷയം നടക്കുന്നത്. ആ വിഷയം ഈ മാസത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്നത്. അതോടുകൂടി രീതി കാര്യങ്ങളൊക്കെ മാറ്റം വന്നു. ഇതുവരെ ഇറാൻ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. പ്രോക്സി യുദ്ധങ്ങളാണ് നടന്നത്. അത് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഈ ഇറാഖിലെ മലീഷ്യകളാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നു, തിരിച്ചടിക്കുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം ഈ മരണത്തോടനുബന്ധിച്ച് ഉണ്ടായി. ഇപ്പൊ യുദ്ധ മുനമ്പിലാണ് യഥാർത്ഥത്തിൽ ലോകം നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഇറാനുണ്ട്, ഒരു ഭാഗത്ത് ഇസ്രായേലുണ്ട്. ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങളുണ്ട്, ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യങ്ങളുണ്ട്. മൂന്നാം ലോക യുദ്ധത്തെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ ഈ റിപ്പോർട്ട് ചെയ്ത വിവരം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒറ്റപ്പെടാൻ പാടില്ല. ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രാധാന്യമായിരിക്കുന്ന വിഷയം. അതിൽ റഷ്യയുടെയും ചൈനയുടെയും കൊറിയയുടെയും ഒക്കെ ഏറെക്കുറെ സഹായങ്ങൾ അല്ലെങ്കിൽ പിന്തുണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. തുർക്കിയുടെ സഹായം ഏറെക്കുറെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത് അറബ് മേഖല ഒരിക്കലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അമേരിക്കയോടൊപ്പം അല്ലാതെ അറബ് ലോകത്തോടൊപ്പം നിന്നിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തോടൊപ്പം നിന്നിരിക്കുന്ന ഒരു ചരിത്രമില്ല. അത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഉണ്ടായ സമയത്തൊക്കെ യുദ്ധം ചെയ്തത് അമേരിക്ക ആണെങ്കിലും യുദ്ധം ചെയ്യാനുള്ള സൗകര്യ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ ഭൂമികയിൽ നിന്നാണ് ഇറാഖിനെ അമേരിക്ക പരാജയപ്പെടുത്തിയത്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇത് ഉണ്ടാവാൻ പാടില്ല എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇറാന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഇറാൻ നിയമിച്ചിരിക്കുന്ന ആളുകളോ അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യരുത് എന്ന് മാത്രമല്ല തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന തരത്തിലുമാണ്. എങ്ങനെയാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നതാണ്. എന്താണ് സപ്പോർട്ട് എന്ന് പറയുന്നത്? ഇറാഖ് യുദ്ധത്തിൽ അറബ് ലോകങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ഭൂമിക വിട്ടുകൊടുത്തു.
അപ്പോൾ അതിർത്തി പ്രദേശത്തിൽ നിന്ന് ഇറാഖിന്റെ അതിർത്തി മുഴുവനും മുസ്ലിം രാജ്യങ്ങളാണ്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. കുവൈത്തിന്റെ അതിർത്തിയാണ് ഇറാഖ്, സൗദി അറേബ്യയുടെ അതിർത്തിയാണ് ഇറാഖ്, UAE ഒരു ഭാഗം ഇറാഖിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാഖ് എന്നതിനാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെലവ് കുറഞ്ഞ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്നതിനപ്പുറമായ രീതിയിൽ അറബ് ലോകം മുഴുവൻ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക വിജയിച്ചു. സമാനമായിരിക്കും സ്ഥിതിവിശേഷം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ അറബ് ലോകത്തോട് നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുക്കാൻ പാടില്ല, അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. തങ്ങളുടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു രാജ്യത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്ത് തങ്ങൾ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ചടിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പും ഇതിനോടനുബന്ധിച്ച് നൽകിയിരിക്കുന്നു എന്നൊരു അഭിപ്രായം പുറത്തു വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ പ്രധാനിയായിരിക്കുന്ന ഈജിപ്തും ചേർന്ന് നിൽക്കുന്ന ജോർദാനും ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂറ് പുലർത്തുന്ന രാജ്യങ്ങളാണ്. അവരുടെ അതിർത്തിയിലൂടെ വളരെ എളുപ്പത്തിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും കൃത്യമാണ്. അപ്പോൾ ഇവരോട് കൂറ് പുലർത്തുന്ന സമയത്ത് ഇങ്ങനൊരു അക്രമം ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ തന്നെ ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ കാര്യം ഇറാന്റെ എംബസി തകർത്തതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർത്തത് ജോർദാന്റെ അതിർത്തിയിൽ വെച്ചാണ്. 100ഓളം മിസൈലുകൾ ജോർദാന്റെ അതിർത്തിയിൽ വെച്ച് തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അമേരിക്ക പിൽക്കാലത്ത് അഭിപ്രായപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ് എന്ന് ജോർദാൻ ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ജോർദാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇറാന്റെ 100ഓളം മിസൈലെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് ഭൂമിക വിട്ടുകൊടുത്തത് എന്നതിനാൽ അത്തരമൊരു സാഹചര്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തും ഉണ്ടാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യത്തിലെ പ്രതിനിധികളുമായിട്ടും രഹസ്യമായ രീതിയിൽ ഇറാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു യുദ്ധകാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇറാനെതിരെ നിൽക്കാൻ പാടില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും തങ്ങൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ തങ്ങൾ കണക്കാക്കും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. ഇതൊന്നും ഔദ്യോഗികമായ രീതിയിൽ അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ചയാവാനുള്ള റിപ്പോർട്ടായിട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് യുദ്ധം വൈകിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നതിന്റെ കാര്യം എന്താണ് എന്ന തരത്തിലാണ്. ഇപ്പൊ തന്നെ ദശകോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അമേരിക്കക്ക് എന്നാണ്. വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെയാണ് മെഡിറ്ററേനിയൻ കടലിലും ഇസ്രായേൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ അമേരിക്ക തന്നെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു നിജസ്ഥിതികളോ രൂപങ്ങളോ ഇപ്പോഴും അമേരിക്കയ്ക്കില്ല എന്നുള്ളതും അവർക്ക് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പരാജയം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളും ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിൽ അവർ കൃത്യമായ രീതിയിൽ പഠിച്ച കാര്യം ഇറാഖ് യുദ്ധം തന്നെയാണ്. ഇറാഖ് യുദ്ധത്തിൽ ഏകദേശം യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിൽ ബസ്ര പരാജയപ്പെട്ടതിന് ശേഷം ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈന്യം ഇടിച്ചു കയറുന്ന ആ ഘട്ടത്തിലാണ് ഈ ഇറാഖിന്റെ സൈനികർക്ക് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി വെച്ച ഗോഡൌണിൽ അമേരിക്ക സ്ഫോടനം നടത്തുന്നത്. അവർ പറയുന്ന ഏകദേശം ഒരു വർഷത്തോളം ഇറാഖിലെ സൈനികർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൌൺ ആരോ ഒറ്റുകൊടുത്തു എന്നുള്ളതും അവിടെ സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ച് ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് അന്നൊക്കെ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ടത് ഒറ്റുകാരാരാണ്, ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ് തങ്ങളോടൊപ്പം നിൽക്കുക, ഏതൊക്കെയാണ് നിൽക്കാത്തത്, ഏതൊക്കെ ഇസ്രായേലിനോടൊപ്പം നിൽക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് അതിനനുസരിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കുപോക്കാണ് അല്ലെങ്കിൽ നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്മായിൽ ഖാനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അറിവ് ഇറാന് കിട്ടിയിരിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സൈനികർ തന്നെ തങ്ങളെ ഒറ്റുകൊടുക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. ഇസ്മായിൽ ഖാനിയെ താമസിച്ച് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന VIP മേഖലയിലാണ്. ആ VIP മേഖലയിലെ വീടിന്റെ അകത്ത് ഇസ്മായിൽ ഖാനിയെ താമസിക്കുന്ന റൂമിന്റെ നമ്പർ പോലും അല്ലെങ്കിൽ റൂം പോലും യഥാർത്ഥത്തിൽ ചോർന്നു പോയിരിക്കുന്നു. അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇസ്രായേലിന് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു. ഇസ്രായേൽ ഇപ്പോഴും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേൽ ഉണ്ട് എന്നോ ഇല്ല എന്നോ ഞങ്ങളാണെന്നോ അല്ല എന്നോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇറാൻ പറയുകയും അത് തെളിവടിസ്ഥാനത്തിൽ ഇസ്രായേലാണ് അത് ചെയ്തത് എന്നുള്ളത് വ്യക്തമാക്കി ഇറാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം പറയുന്ന സമയത്ത്
ഇറാന്റെ മുൻ പ്രസിഡന്റായിരുന്ന ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടത്, ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും ഇറാന്റെ അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേലിനെയോ അമേരിക്കയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവർക്ക് അതിൽ പങ്കാളിത്തമില്ല എന്ന് വ്യക്തമാകുന്നതാണ്. ഇതിൽ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അന്വേഷണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിൽ തന്നെയാണ് പുറത്തു വരുന്നത് എന്നുള്ളത് കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുണ്ടെങ്കിൽ പോലും ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയതാണ് ഇതിനു മുൻപും. ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും ഈ യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പമല്ല എന്നുള്ളത് സൗദി അറേബ്യയുടെ നിലപാട് മുൻപേ വ്യക്തമാക്കിയതാണ്. നയതന്ത്ര ബന്ധം പോലും ഇസ്രായേലുമായിട്ട് ഉണ്ടാവണമെങ്കിൽ പാലസ്തീൻ സ്വതന്ത്രമാകണമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് സൗദി അറേബ്യ അവരുടെ നിലപാട് പറഞ്ഞത്. UAE ആണെങ്കിലും ഖത്തറാണെങ്കിലും ഒമാനാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഈ നിലപാടിൽ നിന്ന് അവർക്കൊന്നും മാറ്റങ്ങളില്ല. അപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിനെതിരായിട്ടും ഇറാന് അനുകൂലമല്ലെങ്കിൽ പോലും ഇറാനെതിരല്ലാത്ത രീതിയിലുള്ള നിലപാട് അവിടെ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടനുബന്ധിച്ച് ചർച്ച നടന്നതാണ്. ജോർദാനുമായിട്ടും ഈജിപ്തുമായിട്ടും ലെബനാനുമായിട്ടും ഒക്കെ ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണ് അവർ കരാർ മുന്നോട്ട് വെച്ചത്, ആ കരാർ ഏത് രീതിയിലാണ് ഇറാൻ അംഗീകരിക്കുക, മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള രഹസ്യ കരാറുകൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ആ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിൽ രീതികൾ ഏത് തരത്തിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതിനപ്പുറമായ രീതിയിൽ യുദ്ധത്തിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്ത് വരില്ല എന്നതിനാൽ ഈ കാര്യം പുറത്ത് വരാത്തതില്ലേ വലിയ രീതിയിലുള്ള ഭയപ്പാട് എന്തുകൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.